ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സീഖ് കബാബാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. വേണ്ടുന്നത് 2 മീഡിയം സൈസ് ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ റോസ്റ്റഡ് മൈദയാണത്, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഏകദേശം 500 ഗ്രാം വരുന്ന ചിക്കനാണത്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടി. പിന്നെ ഉപ്പ്, ഗീയും ഗരം മസാലയും. ആദ്യം നമുക്ക് എല്ലാ വെജിറ്റബിൾസും ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് മിൻസ് ചെയ്ത ചിക്കനും മറ്റു മസാലകളും ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ ഗീയും ആഡ് ചെയ്ത് റോസ്റ്റഡ് മൈദയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയെല്ലാം നന്നായി യോജിപ്പിക്കുക. ഇനി 2 മണിക്കൂർ നമുക്കിതിനെ അരച്ചു വയ്ക്കാം. ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മളുടെ ചിക്കൻ്റെ നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയാണിത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള സ്റ്റെപ്പ് നമുക്ക് നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടി ഒരു ചൂടാക്കിയ കരിക്കഷ്ണം നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിലോ ഒരു സ്റ്റീൽ പാത്രത്തിലോ ആക്കി നടുക്ക് വെക്കാം. അതിൻ്റെ മേലെ ഒരു ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പാത്രം അടച്ചു വയ്ക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ഉണ്ടാവും. നമുക്ക് അതുവരെ അടച്ചു വെച്ച് അതിൻ്റെ സ്മോക്കെല്ലാം അതിൽ അബ്സോർബ് ചെയ്യാൻ വെക്കാം. ഒരു പാത്രത്തിൽ ലേശം എണ്ണ പുരട്ടി വെക്കുക. ഇനി നമുക്ക് സീഖ് കബാബിനെ ഷേപ്പാക്കി എടുക്കാം. ഞാൻ വുഡൻ സ്ക്യൂവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മെറ്റൽ സ്ക്യൂവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഒന്നുകൂടെ നമുക്ക് ഇതൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ വുഡൻ സ്ക്യൂവറിലേക്കോ അല്ലെങ്കിൽ മെറ്റൽ സ്ക്യൂവറിലേക്കോ ചെറുതായി ബോൾസ് ആക്കി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കബാബ്സ് എല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സീഖ് കബാബ് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. എല്ലാ സൈഡും പൊരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ സീഖ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം.